പെൺകുട്ടിയാണെങ്കിൽ ഇതേപോലെ തന്നെ ചെരുപ്പിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോവാണ്. ഈ ഒരു സമയം പോലീസുകാരനെ ഡ്രസ് ഇട്ട ആളാണെങ്കിൽ വളരെയധികം സന്തോഷത്തിൽ ഇനി അവളെ പറ്റിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അഴിച്ചു വെക്കുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവൾ ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. കാരണം ശരിക്കും ഇവനാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ വേലക്കാരനാണ്, ശരിക്കും അവളെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഈ വീടിന്റെ ഒറിജിനൽ ഉടമസ്ഥൻ വന്നിട്ട് നിന്റെ ക്ലീനിങ് ഇതുവരെയായിട്ടും കഴിഞ്ഞില്ല, ഞാൻ നിന്നോട് ഫുഡ് വെക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. അങ്ങനെ ഇവർ നോക്കുമ്പോഴാണ് ഈ ഒരു മുതലാളി സൈഡിലായിട്ട് ഇതൊരു പെൺകുട്ടി ഇരിക്കുന്നത് കാണുന്നത്. ഇവന്റെ മനസ്സിലാണെങ്കിൽ ശരിക്കും ആ ഒരു പെൺകുട്ടി പുറത്തു പോയി എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഈ ഒരു പെൺകുട്ടി വന്നിട്ടാണെങ്കിൽ ഇവനെ ചതിക്കായിരുന്നു. കാരണം ഇവനാണെന്നുണ്ടെങ്കിൽ പോലീസുകാരാണ്, ഇത് ഇവന്റെ ബംഗ്ലാവാണെന്നൊക്കെ പറയാം. എന്റെ കൂട്ടുകാരനാണ് പോലീസ് എന്ന് ഞാൻ പറഞ്ഞത്, അതേപോലെ തന്നെ ഇത് എന്റെ മുതലാളിയുടെ വീടാണെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാണ്. അല്ല ഇത്രയും കാലമായിട്ടും സാർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവൻ എന്നെ ഇവിടെ വെച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാണ്. ഗൈസ് അടുത്തതായിട്ട് ഈ വീഡിയോയിൽ എന്ത് സംഭവിച്ചു നിങ്ങൾ അറിയുന്നതിന് മുന്നായിട്ട് ഗൈസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് റൊണാൾഡോനെ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് റൊണാൾഡോനെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സി ആയിരിക്കും. മെസ്സി ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക. ഗൈസ് അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാതെ നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ് ആരുടെയൊക്കെ ഈ വീഡിയോ കാണുന്ന സെയിം ആയിട്ടാണ് നോക്കുക. എന്നിട്ട് ഈ മുതലാളി പറയാണ് ഇവൻ നിങ്ങൾ ശരിക്കും പറ്റിക്കുമായിരുന്നു എന്ന്. എന്നിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്തും കൊണ്ടുപോവുകയാണ്.